ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന് കഴിഞ്ഞ വർഷത്തേക്കാൾ 10 രൂപയാണ് കമ്മീഷൻ വെട്ടിക്കുറച്ചത്. ഇത് ലോട്ടറി ഏജന്റന്മാരെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വെട്ടിക്കുറച്ച ലോട്ടറി ടിക്കറ്റിൻ്റെ കമ്മീഷൻ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിൻ്റെയും വിൽപ്പന നടത്താത്ത ലോട്ടറി ടിക്കറ്റിൻ്റെയും ലോട്ടറി ഓഫീസുകളിൽ സൂക്ഷിച്ചിരുന്നത് മോഷണം പോയത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇത് ലോട്ടറി തൊഴിലാളികൾക്കും ഏജന്റുമാർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. സമ്മാനാർഹമായ ടിക്കറ്റുകൾ ചെറുകിട ഏജന്റന്മാരും വിൽപ്പനക്കാരും സമ്മാനാർഹമായ ടിക്കറ്റിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങുകയും സമ്മാനത്തുക 5000 രൂപ വരെയുള്ളത് ലോട്ടറി ആപ്പീസിൽ അത് സമർപ്പിച്ച് തുക കിട്ടുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഏജന്റുമാരും വിൽപ്പനക്കാരും നൽകും. ഒരു ഏജന്റിനും മാത്രം ഇങ്ങനെ സമ്മാനാർഹമായ ടിക്കറ്റ് ലോട്ടറി ഓഫീസിൽ ഹാജരാക്കിയതിനെ തുടർന്ന് തത്തുല്യമായ തുകയുടെ ടിക്കറ്റുകൾ നൽകാത്തതിനാൽ 3,26,900 നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം, പത്തനംതിട്ട, നെയ്യാറ്റിൻകര ഈ ലോട്ടറി ഓഫീസുകളിൽ നിന്നാണ് ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്വർണ്ണക്കെട്ടി ഉറുമ്പ് അരിക്കുക എന്നത്. ഏതാണ്ട് അതുപോലെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കറൻസി നോട്ടിന് സമമാണ്. ലോട്ടറി ടിക്കറ്റ് അച്ചടിക്കുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രൊസസ്സിലാണ്. നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്, ടിക്കറ്റ് അച്ചടിക്കുന്നത് കറൻസി നോട്ടിൻ്റെ അത്രയും സൂക്ഷ്മതയും ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് അച്ചടിക്കണമെന്ന്. ആ അച്ചടിച്ച ലോട്ടറി ടിക്കറ്റ് സൂക്ഷിക്കുന്നതിൽ ലോട്ടറി ആപ്പീസിൽ നിന്ന് ഗുരുതരമായ തെറ്റ് സംഭവിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി നഷ്ടം സംഭവിക്കുന്നത് ലോട്ടറി ടിക്കറ്റുകൾ സമ്മാനാർഹമായ തുക ബന്ധപ്പെട്ടവർക്ക് നൽകി ലോട്ടറി ആപ്പീസിൽ ഹാജരാക്കിയ ഏജന്റിനും വിൽപ്പനക്കാരനുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, സാധാരണ ചെയ്യാറ് ഈ സമ്മാനാർഹമായ തുക ഏജന്റും വിൽപ്പനക്കാരനും സമ്മാനം നേടിയ ആളുകൾക്ക് കൊടുത്താലും ഈ ടിക്കറ്റ് ലോട്ടറി ആപ്പീസിൽ ഹാജരാക്കിയാൽ അതിന് തത്തുല്യമായ ടിക്കറ്റാണ് ഏജന്റിനും വിൽപ്പനക്കാർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിൻ്റെ തത്തുല്യമായ ടിക്കറ്റുകൾ പുതിയത് ബന്ധപ്പെട്ട ഏജന്റുകൾമാർക്കും വിൽപ്പനക്കാർക്കും നൽകണം. അതീവ ഗൗരവമായ മറ്റൊരു പ്രശ്നം പുതുതായി കേരളത്തിൽ കാണുന്നത് ഓൺലൈൻ ലോട്ടറി, എഴുത്ത് ലോട്ടറി, ഒറ്റ നമ്പർ ലോട്ടറി എന്നിവ പലയിടങ്ങളിലും നടന്നു വരുന്നുണ്ട്. അത് കർശനമായി തടയണം. അതിന് ഇന്ന് നിലവിലുള്ള നിയമത്തിൽ പര്യാപ്തമായ വ്യവസ്ഥയില്ല. പുതിയ വ്യവസ്ഥകളോടുകൂടി നിയമം കൊണ്ടുവരണം. അത് നേരത്തെ തന്നെ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തത്വത്തിൽ സർക്കാർ അംഗീകരിച്ചതാണ്. ഇനിയും താമസിച്ചുകൂടാ. മൂന്നാമതായി കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, BT 39 നമ്പർ ലോട്ടറി ഭാഗ്യധാര അതിൻ്റെ 2/2/2026 നറുക്കെടുത്ത ഒന്നാം സമ്മാന അർഹമായ ടിക്കറ്റ് വ്യാജ ടിക്കറ്റാണ് കുന്നംകുളം സ്വദേശിയായ ഷാജു ലോട്ടറി ആഫീസിൽ ഹാജരാക്കി 1 കോടി റുപ്യ തട്ടിയെടുക്കാൻ നോക്കിയത്. അത് വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു.
1 കോടി ഉറുപ്പിയുടെ ടിക്കറ്റ്, സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയാൽ ടാക്സ് കഴിച്ച് 70 ലക്ഷത്തോളം രൂപയാണ് കിട്ടുക. ഇങ്ങനെയുള്ള ചിലര് ലോട്ടറി ടിക്കറ്റിന് സമ്മാനം നേടിയ വ്യക്തികളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് അവർക്ക് ലോട്ടറി ഓഫീസിൽ സമർപ്പിച്ചാൽ നികുതി 30 ലക്ഷത്തോളം അടക്കേണ്ടി വരുമെന്നതിനാൽ ചിലർ ഇങ്ങനെയുള്ള ധനാഢ്യന്മാരായ ആൾക്ക് കൊടുത്തിട്ട് അവർ ഈ ടിക്കറ്റ് ഉപയോഗിക്കുന്നത് കള്ളപ്പണം വെള്ളപ്പണമാക്കാനാണ്. നേരത്തെ ഇതേ ഷാജു ലോട്ടറി ടിക്കറ്റ് സമ്മാനാർഹമായത് ലോട്ടറി ഓഫീസിൽ ഹാജരാക്കിയിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കള്ളപ്പണം വെളുപ്പിക്കാനാണ്. അദ്ദേഹം 5 വർഷത്തിനിടയിൽ 40 കോടിയോളം രൂപ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ചില പ്രാദേശിക ചാനലുകൾ വസ്തുതകൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നടത്തണം. GST 40% കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. 40% ലോട്ടറി മേഖലയെ പ്രതിസന്ധിയിലാക്കി. 40% എന്നത് GST നിരക്കിൽ ഏറ്റവും കൂടിയതാണ്. ആഡംബര വസ്തുക്കൾക്കും മറ്റും ഈടാക്കുന്ന നികുതിയാണ് 40%. സംസ്ഥാന സർക്കാർ നിയമവ്യവസ്ഥകൾ പാലിച്ചു നടത്തുന്ന ലോട്ടറി ഒരു ആഡംബര വസ്തുവല്ല. 2 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാരും രോഗികളും മറ്റുമായ പാവപ്പെട്ടവരുടെ ഉപജീവന മാർഗമാണ്. സ്വാഭാവികമായും ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്നവരുടെ ജീവിത മാർഗമാണ് ലോട്ടറി എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ലോട്ടറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കുകയും സമ്മാനം കൂടുതൽ പേർക്ക് ലഭിക്കുകയും സർക്കാരിന് ഇതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത്. അപ്പം അങ്ങനെ നമ്മൾ പരിഗണിക്കുമ്പോൾ കേരള ഭാഗ്യക്കുറിയുടെ GST 40% ഉയർത്തിയത് എല്ലാ മേഖലയിലും വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒന്ന്, ലോട്ടറി ഏജന്റന്മാരുടെയും വിൽപ്പനക്കാരുടെയും കമ്മീഷൻ കുറയുന്നു. 2, സർക്കാരിന് ലഭിക്കുന്ന വരുമാനം കുറയുന്നു. 3, സമ്മാന തുക കുറയ്ക്കേണ്ടി വരുന്നു. സമ്മാനത്തിൻ്റെ എണ്ണവും കുറയ്ക്കേണ്ടി വരുന്നു. അതിനിടയാക്കിയത് കേന്ദ്ര സർക്കാർ GSTയുടെ നികുതി വർദ്ധിപ്പിച്ചതാണ്. GST കൗൺസിലിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ധനമന്ത്രിയായിരുന്ന ബാലഗോപാൽ GST നികുതി ഉയർത്തുന്നതിനെതിരായി അവിടെ പറയുകയുണ്ടായി. BJP ഇതര സംസ്ഥാന സർക്കാരുകൾ, കോൺഗ്രസ് ഇതര സംസ്ഥാന സർക്കാരുകൾ ഈ നിലപാട് GST കൗൺസിലിൽ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് പരിഗണിച്ചില്ല. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി, കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ, CITU അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ ചേർന്ന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രിയുമായി MP-മാരുടെ സഹായത്തോടുകൂടി നിവേദനം നൽകി ഈ പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ GST കുറച്ചില്ല. അതുകൊണ്ട് GST കുറക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും GST കുറക്കാൻ ആവശ്യമായ സമ്മർദ്ദം കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ ഒരാൾ തന്നെ ആയതുകൊണ്ട് അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആഗസ്റ്റ് 5, 6 തീയതികളിൽ ലോട്ടറി ഏജന്റന്മാരും തൊഴിലാളികളും കേരളത്തിലെ 14 ജില്ലകളിലും ലോട്ടറി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്.